ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. മൂ കുട്ടിക്കാലത്ത് അവളുടെ അച്ഛന്റെ കൂടെ അച്ഛൻ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ പാസഞ്ചർ സീറ്റിൽ ഒരു നാവിഗേറ്ററായി ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് അവൾ കാറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയത്. കാറിന്റെ റേഡിയേറ്ററിൽ നിന്ന് വരുന്ന ചില സൗണ്ടുകൾ, ഓയിൽ ഡിപ്സ്റ്റിക്, അങ്ങനെ പലതും. ഒരു ഡ്രൈവർ എത്രത്തോളം കാർ മുന്നോട്ട് പോകുന്നതിൽ പങ്കുവഹിക്കുന്നു, അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന നാവിഗേറ്ററും പങ്കുവഹിക്കുന്നുണ്ടെന്നൊക്കെ മൂവിന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും കോ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ് മൂവിന്റെ സ്ഥാനം. പക്ഷെ ഡ്രൈവിംഗ് സീറ്റില് ജിന്നാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. പിന്നെ മറ്റൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആകെ പണികെട്ടിരിക്കാണല്ലോ. പുറകില് മുമ്പിലുമായി വണ്ടി കൊണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്ത് ജിന്നിന്റെ ഒപ്പോണന്റ് അവന്റെ കഥ കഴിക്കുന്ന മട്ടില് ആക്ഷൻ ഒക്കെ കാണിച്ചിരിക്കുമ്പോൾ ജിൻ അപ്പോഴും ഒരു കൂസലും ഇല്ലാതെ അവന്റെ കാറ് നേരെ മുന്നോട്ട് എടുക്കുന്നു. ഇവൻ തന്നെ ഇടിക്കുമെന്ന് പേടിച്ച് ആ ഒപ്പോണന്റ് നേരെ കാറ് റിവേഴ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ജിൻ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവൻ നേരെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവര് വിടാതെ പുറകെ കൂടുന്നുണ്ട്. ഈ സമയം നാവിഗേറ്റർ ആവുക എന്നത് നിനക്ക് ഓർമ്മയില്ലേ, ഒരു നാവിഗേറ്ററിന്റെ കടമ നിനക്ക് ഓർമ്മയില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, മുന്നേ കണ്ടിരുന്നില്ലേ അച്ഛൻ ഇങ്ങനെ കോ ഡ്രൈവർ സീറ്റിൽ ഇവരെ ഇരുത്തി യാത്ര കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതേ കണക്ക് ഒരിക്കൽ ജിന്നിനെയും മൂവിനെയും കൂട്ടി അച്ഛൻ ഒരു യാത്ര പോയപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ ഫ്ലാഷ് ബാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടെന്ന് എന്തെങ്കിലും അത് ഓർത്തുകൊണ്ട് അവൾ പറയുമ്പോൾ എന്നാ വേഗം ഫോൺ പിടിച്ച് വഴി പറഞ്ഞു താന്നും പറഞ്ഞ് അവൻ ഫോൺ അവൾക്ക് കൊടുക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ട്രിപ്പ് പോകുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഇപ്പുറത്തിരുന്നുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി വഴി പറഞ്ഞു കൊടുക്കില്ലേ, അത് തന്നെ. അവര് കുറച്ച് ഡെക്കറേഷൻ കാണിച്ച് ഫ്ലാഷ് ബാക്കും കുത്തിക്കയറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഫോണും കൊടുത്ത് അത് ഓപ്പൺ ചെയ്യാനായി പാസ്വേഡും പറഞ്ഞു കൊടുത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ തന്നെ നോക്കി വഴി പറഞ്ഞു തരാനായാണ് അവൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവൾ ആ വഴി പറഞ്ഞു കൊടുക്കാനായി ഒരുങ്ങുന്ന ടീം അപ്പോഴേക്കും ഫോളോ ചെയ്ത് വന്ന ആ ഒരു യെല്ലോ കാറിനെ നല്ലൊരു പണി കൊടുത്ത് അവിടെ ബ്ലോക്ക് ചെയ്യിപ്പിക്കാനായി ജിന്നിനപ്പോ സാധിക്കുന്നുണ്ട്. ആ വണ്ടിക്ക് എന്തോ അപകടം പറ്റിയത് മനസ്സിലാക്കുന്ന മൂ അയ്യോ ആ വണ്ടിക്ക് എന്ത് പറ്റിയെന്നാകെ ടെൻഷൻ ആകുമ്പോൾ നീ അതല്ല ഇപ്പൊ നോക്കേണ്ടത്, മര്യാദയ്ക്ക് വഴി പറഞ്ഞു തരാനായി അവനും പറയുന്നു. അങ്ങനെ ഇവർ ആ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്ന ടീം വൈറ്റ് കാറിൽ ആ ഒപ്പോണന്റും ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ ഇവരുടെ ഈ ചേസിനിടയിൽ മൂ ലൊക്കേഷൻ നോക്കി പറഞ്ഞു കൊടുത്ത് ആ ലൊക്കേഷനിലേക്ക് ഇവരുടെ കാർ എത്തുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അനധികൃതമായി റേസിംഗ് ഒക്കെ നടക്കുന്ന ഒരിടമാണെന്ന്. ആക്ച്വലി ഈ സ്ഥലം ഇങ്ങനെയുള്ള ഒരു ഇടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ലൊക്കേഷൻ ഇപ്പോ അവൻ പറഞ്ഞതെങ്കിലും അങ്ങോട്ടേക്ക് ആ ടീം പോകാൻ അവന് വലിയ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ സിറ്റുവേഷൻ അവനെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. അങ്ങനെ ആട്ടെ ആ ഒരു റേസില് മറ്റു ചില കാർസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ഓടിക്കുന്നവരൊന്നും തന്നെ ബ്രാൻഡി അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചീറിപ്പാഞ്ഞ് അവരൊക്കെ ഓവർടേക്ക് ചെയ്ത് ജിന്നിന്റെ കാർ ഇങ്ങനെ പോകുന്ന കണ്ട് പിറുവിറുകുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥലം എത്തുമ്പോൾ ആ ഒരു വളവിന്റെ അവിടെ ഞാൻ 1 തൊട്ട് 5 വരെ എണ്ണും, അപ്പോഴേക്കും നീ സ്റ്റിയറിംഗ് ഏറ്റെടുത്തോണം, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവിടെ ഒരു കവർ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടോ, ആ കവർ എടുക്കുക എന്നാണ് അവന്റെ ലക്ഷ്യം. കാരണം ഈ ഒരു റേസിൽ വിജയിക്കുന്ന ആള് ആ ഒരു കവർ ആദ്യം എടുക്കുന്ന ആളാണ്. എന്തായാലും അവളോട് സ്റ്റിയറിംഗ് ഏറ്റെടുക്കാനായി ജിൻ പറയുമ്പോൾ അയ്യോ അതെങ്ങനെ തിരിക്കാന്നൊക്കെ ഒന്നും അറിയാത്ത കണക്ക് അവൾ ചോദിക്കുമ്പോൾ കൈ കൊണ്ട് തിരിക്കണം എന്ന് പറഞ്ഞ് അവൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റിയറിംഗ് അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ആ വളവിന്റെ ടീം അവളുടെ ആ സ്റ്റിയറിംഗ് ഏറ്റെടുക്കുകയും അവൻ പറഞ്ഞു കൊടുത്ത കണക്ക് അത് ഹാൻഡിൽ ചെയ്ത് വിൻഡോയ്ക്ക് വെളിയിലേക്ക് തലയിട്ട് ആ ഒരു കവർ എടുക്കാനായി ജിന്നിന് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഓപ്പോസിറ്റ് ഒരു കാർ ഇവരെ തൊട്ടില്ല എന്നുള്ള രീതി വരുമ്പോഴേക്കും ഇടിക്കാതെ മാനേജ് ചെയ്യാനും സേഫായി ജിന്നിനെ തിരിച്ച് കാറിനകത്തേക്ക് വലിച്ചിടാനും മൂ മറന്നില്ല. എന്തായാലും അങ്ങനെ ആ ഒരു കാർ ഇപ്പൊ കൺട്രോളിൽ ഏറ്റെടുക്കുകയാണ് ജിൻ. അപ്പോഴേക്കും കവർ അവൻ സേഫായി മൂവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരതുമായി നേരെ ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒരു കൂട്ടം ആളുകൾ വിജയെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തി അത്രയും പേരെ കാണുമ്പോഴേ മൂന്ന് ആരപ്പ ഇതൊക്കെ എന്നൊരു പേടിയായ കണക്കായിരുന്നു അവളുടെ മുഖം ഇരിക്കുന്നത്. ജിന്നായിട്ട് അവളോട് എന്തായാലും നീ എന്റെ കൂടെ തന്നെ നിൽക്കണം, അവരോടൊന്നും മിണ്ടാൻ പോകണ്ടെന്ന് പ്രത്യേകമായി അവളോട് പറഞ്ഞാണ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു റേസ് ഓർഗനൈസ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. അവനെ കണ്ടപാടെ നീന്നും വരില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഒരു വരവെന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്യാനാ, ആ സ്നേക്കിയുടെ അച്ഛന്റെ ആളുകൾ കാരണം എനിക്ക് വരേണ്ടി വന്നു, അവന്മാർ എന്റെ പുറകെ കൂടിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നതെന്ന് അവനും പറയുന്നുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് കാശും ആവശ്യമുണ്ടത് അവനിങ്ങനെ പറയുമ്പോഴേക്കും അപ്പോഴാണ് മൂവിനെ അവർ ശ്രദ്ധിക്കുന്നത്. ആരേതെന്ന് ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ പുറത്തുനിന്നുള്ള ആളുകളെ ഒന്നും ഇവിടേക്ക് അടുപ്പിക്കില്ല എന്ന് നിനക്കറിയില്ല എന്നും കൂടി അവർ ചോദിക്കുന്നുണ്ട്. ഈ ടീം അത് പുറത്തുനിന്നുള്ള ആളൊന്നും അല്ല, എന്റെ ഗേൾ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തുമ്പോൾ അവളാകട്ടെ വണ്ടറായി പോകുന്നുണ്ട്. ഗേൾ ഫ്രണ്ടോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും അവൻ എന്റെ ഗേൾ ഫ്രണ്ടിന് ഞാൻ രാത്രി എവിടേക്കാ പോകുന്നതെന്ന് ഭയങ്കരമായ ഡൗട്ട്, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് എനിക്ക് രാത്രി ഇതാണ് പരിപാടി എന്ന് ഞാൻ കാണിച്ചു കൊടുത്തതാണെന്നും അവനൊരു കഥ ഇറക്കുന്നു. എന്തായാലും ഇപ്പോ സത്യം മനസ്സിലായ സ്ഥിതിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേന്നല്ല അവനിങ്ങനെ അവളോട് ഭയങ്കര റൊമാൻറ്റിക് ആയ രീതിയിൽ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ അവൾക്ക് കിളി പറന്ന് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അവള് ബ്രേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നോ, ഓ അത്രയ്ക്ക് സ്പെഷ്യൽ ആണോ അവളെന്ന് ഇത് കേട്ടോണ്ട് നിന്ന ആള് ചോദിക്കുമ്പോൾ പിന്നെ അവളെ ഞാൻ ഇതുവരെ ശരിക്കൊന്ന് ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും അങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് കളയാൻ സാധിക്കുമെന്ന് അവൻ ചോദിക്കുന്നു. ഇതൊരു അനധികൃതമായി റേസ് നടക്കുന്ന വളരെ രഹസ്യമായ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഔട്ട്സൈഡേഴ്സിനൊന്നും ഇവിടെ അടുപ്പിക്കാത്തത്. കാരണം ഈ ഒരു ഇൻഫർമേഷൻ കാണാൻ പോലീസിൽ പോയാൽ പിന്നെ പ്രശ്നമാവുമല്ലോ, അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ
നോക്കാനായിരിക്കാം ഒരു പക്ഷെ ജിൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഗേൾ ഫ്രണ്ട് ആണെന്ന്. പക്ഷെ അവൻ അങ്ങനെ അവിടെ ജസ്റ്റ് പറയായിരുന്നില്ല, ശരിക്കും അവളുടെ ബോയ് ഫ്രണ്ട് കണക്ക് ഗേൾ ഫ്രണ്ട് തന്നെ സംശയിക്കുന്നു, അത് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അങ്ങോട്ട് ജീവിക്കായിരുന്നു. എന്തായാലും ശരിയെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ റേസിൽ അവൻ ജയിച്ചതിന്റെ കാശ് അവന് കൊടുത്ത ശേഷം വാ ഒന്ന് സംസാരിക്കാന്നും പറഞ്ഞ് അടുത്തേക്ക് വിളിക്കുമ്പോൾ ഞാനിപ്പോ വരാന്നും പറഞ്ഞ മൂന്ന് തനിച്ച് നിർത്തി ജിൻ അങ്ങനെ സംസാരിക്കാനായി പോകുന്നുണ്ട്. എന്തായാലും ആ ടീം ചുറ്റിനും നിൽക്കുന്ന ആളുകളൊക്കെ അവളെ നോക്കി കമന്റ് അടിക്കുന്നു, ചിരിക്കുന്നു, അവൾ കാണാൻ സുന്ദരിയാണെന്ന് പറയുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവളെ സംബന്ധിച്ച് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഒരു അനധികൃതമായി റേസ് നടക്കുന്നിടത്ത് വരിക, അവിടെ ഇങ്ങനെ ഇത്രയും ആളുകൾ, അത് ഇത്രയും സ്ട്രേഞ്ചേഴ്സ് അവളെ ചുറ്റിപ്പറ്റി നിന്ന് ഇങ്ങനെ നോക്കുക, സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ആ ഒരു ഞെട്ടലിൽ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കാർ വരുന്നുണ്ട്. നമ്മൾ കണ്ടില്ല മുന്നേ റേസിൽ ജിന്നിന്റെ കാർ സ്പീഡിൽ പോകുന്നുണ്ട്. ബ്രാൻഡി ഇന്നത്തെ റേസ് ഇല്ലെന്ന് പറഞ്ഞതാണല്ലോ എന്ന് പ്രവൃത്തി ഒരാൾ, ആളുടെ കാറാണ് വരുന്നത്. അവിടെ കൂടി നിന്നവരൊക്കെ തന്നെ അയാളെ ചീർ ചെയ്യുന്നുണ്ട്. ആളുടെ പേര് ലിയാങ് എന്നാണ്. അങ്ങനെ ലിയാങ് ആകട്ടെ അവിടെ ഭയങ്കര സംഭവം കണക്ക് വന്നിറങ്ങുന്നുണ്ട്. ഏതാണ്ട് അവൻ ജയിച്ച കണക്കാണ് അവന്റെ മട്ടും ഭാവവും കണ്ട. അങ്ങനെ വന്ന് അവനാകട്ടെ ജിന്നിനോട് നിന്റെ നാവിഗേറ്റർ ആള് കൊള്ളാലോ, ഞാൻ അവളെ വാങ്ങിച്ചാലോ എന്നൊക്കെ മൂവിനെ കമന്റ് അടിക്കുന്നു. അത് കേൾക്കുന്ന ജിന്നിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നേരെ മൂവിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നവൻ അവളെ വിൽക്കാനുള്ളതല്ല, അവളെ എനിക്ക് വില മതിക്കാത്ത ഒന്നാണെന്ന് അവനോട് പറയുന്നുണ്ട്. എന്തായാലും ഒരു തമാശ പറഞ്ഞതാണ് ലിയാങ്. ജിന്നിന്റെ ഉത്തരം കേട്ട് ചിരിച്ചുകൊണ്ട് ലിയാങ് അങ്ങ് പോകുമ്പോഴേക്കും അവിടെ വളരെ അൺകംഫർട്ടബിൾ ആയി ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കാണ്. എനിക്ക് വല്ലാതെ തണുക്കുന്നെന്ന് അവള് പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചെന്ന രീതിക്ക് അവൻ ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. അവൾ മടിക്കുമ്പോഴേക്കും അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് നിർത്തി എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ തണുക്കുന്നു, ഞങ്ങൾ വീട്ടിൽ പോവാണെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും പിരിഞ്ഞു പോകാനായി തുടങ്ങുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ഇപ്പോൾ ഈ ഒരു റേസ് നടത്താനായി അവർ ഈ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിരുന്നില്ല, അതിന്റെ ഡീറ്റെയിൽസും ഈ റേസിന്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ അവരൊരു ഗ്രൂപ്പ് വഴിയാണ് ഷെയർ ചെയ്തിരുന്നത്. ആ ഒരു ഗ്രൂപ്പ് തന്നെ അവരിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് റേസിന്റെ സമയമാകുമ്പോഴേക്കും ആ ഒരു ആപ്പിൽ പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവർ അതിലായിരിക്കും ലൊക്കേഷൻ ഒക്കെ ഫിക്സ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് വായിക്കാം. ഇത് ഒരിക്കലും പോലീസിനോ മറ്റോ ലഭിക്കാതിരിക്കാനായിട്ടാണ് അവർ തെളിവ് നശിപ്പിക്കാനായി റേസിന് ശേഷം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയുന്നത്. കാരണം ഇതൊരു അനധികൃത റേസ് ആണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇവരും പുറപ്പെട്ടു പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് കാർ നിർത്തിയ ശേഷം ആ കവർ ഓപ്പൺ ചെയ്യാനായി ജിൻ പറയുമ്പോ അതിനകത്ത് ക്യാഷ് ആണ് മൂ കാണുന്നത്. ഓ അപ്പൊ കാശിന് വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ പിന്നല്ലാതെ വേറെ എന്തിനു വേണ്ടി ചെയ്യാനാണെന്ന് അവന് ചോദിക്കുമ്പോ മുന്നേ ഒരു കാർ ആക്സിഡന്റ് ആയില്ലേ, അയാൾക്കും എല്ലാം പറ്റിയിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ എന്നിങ്ങനെയെല്ലാം പറയുമ്പോ ഒന്നും പറ്റില്ല. പിന്നെ ഈ റേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറം ലോകം അറിയാനും പോകുന്നില്ല. എല്ലാ മെസ്സേജും എല്ലാ ട്രാൻസാക്ഷനും എല്ലാ ചാറ്റും ഒക്കെ തന്നെ ഇതിനോടൊക്കെ അവർ ഡിലീറ്റ് ആക്കും. പിന്നെ CCTV ക്യാമറ ഇല്ലാത്ത ഭാഗത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു പുല്ലാപ്പ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അവനും പറയുന്നു. ഇപ്പൊ താൻ ചെയ്ത കാര്യത്തിന് പുറത്ത് ഒരു പ്രശ്നവും തന്നെ പിന്തുടർന്ന് വരില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഒരു നാൾ ഇത് മൂവിന് പ്രശ്നമാകുന്ന പേടിയാകുന്ന അവൾ ദേഷ്യത്തിൽ കാർ വിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുത്, തലയ്ക്ക് മുകളിൽ ഒരു കത്തി ഓങ്ങി നിൽക്കുന്ന കണക്കാ ഇപ്പൊ നിങ്ങളുടെ ജീവിതം എന്നെല്ലാം മൂവിനോട് അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ റിസ്കിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാനായി നോക്കുമ്പോ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് നീ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോ അതെനിക്കറിയില്ല, പക്ഷെ സേഫ് ആയി ജീവിക്കണം, അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവളും പറയുന്നു. അത് കേൾക്കുന്നവൻ പതിയെ കാറിന് പുറത്തേക്ക് ഇറങ്ങി ഇത്രയും നാള് ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് നിനക്കറിയില്ലല്ലോ, ഞാൻ പറയാമെന്നും പറഞ്ഞ് ലാസ്റ്റ് ആയി കുട്ടിക്കാലത്ത് മൂവും ജിന്നും പിരിഞ്ഞ ശേഷം അവന്റെ ലൈഫ് ഇപ്പൊ അവൾ കണ്ടുമുട്ടുന്ന ഈ ഒരു സമയത്തിനിടയിൽ ഏതൊക്കെ രീതിയിലാണ് മാറി മറിഞ്ഞു പോയത്, എന്തുകൊണ്ടാണ് അവൻ നല്ല മിടുക്കനായ പഠിക്കുന്ന ഒരു പയ്യനിൽ നിന്ന് ഈ ഒരു രീതിക്ക് മാറിപ്പോയതെന്ന കാര്യങ്ങൾ അവളോട് പറയുന്നു. അന്ന് മൂവിനൊക്കെ വിട്ടു വന്ന ശേഷം താമസിക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ, ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു ബേസ്മെന്റിലാണ് ഇവരങ്ങനെ താമസം ആരംഭിച്ചത്. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയാല് കാലൊക്കെ വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. അങ്ങനെ അവിടെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു ജോലി വാഗ്ദാനം അച്ഛന് ലഭിക്കുന്നത്. അതിൽ വിശ്വസിച്ച് അച്ഛൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് ജോലി വാഗ്ദാനം നൽകിയ ആൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ കാശെല്ലാം പറ്റിക്കപ്പെടുകയും ചെയ്തു. ജോലിയില്ല, കാശുമില്ല, താമസിക്കാൻ ഒരു ഇടവും ഇല്ല. അങ്ങനെ തെരുവിൽ തെണ്ടി അലഞ്ഞ് നടന്ന് സ്ട്രീറ്റിലും ബ്രിഡ്ജിന്റെ അടിയിലും അണ്ടർഗ്രൗണ്ട് പാസേജിന്റെ അകത്തും ഒക്കെയായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ഞാൻ കാശിന്റെ വില മനസ്സിലാക്കിയത്. അങ്ങനെ ലൈഫ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പോകുന്നതിന്റെ ഇടയിലാണ് അച്ഛനൊടുക്കം ഒരു റെസ്റ്റോറന്റിൽ ഷെഫായി ജോലി കിട്ടുന്നതും അവിടെ വെച്ചാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായ ആ ഒരു ലേഡിയെ അച്ഛൻ പരിചയപ്പെടുന്നതും. എന്തായാലും പിന്നീട് അങ്ങോട്ട് കാശില്ലെങ്കിലും കുഴപ്പമില്ലാതാണ് ജീവിച്ചത്. എന്തായാലും കാശില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴും ഉണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ രണ്ടുപേരും കൂടി അധ്വാനിച്ച് എന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള റെന്റിന് പോലും പക്ഷെ അവർക്ക് കിട്ടുന്ന കാശ് തികയില്ലായിരുന്നു. അതിന്റെ ഇടയിൽ എന്റെ പഠനമൊക്കെ അവർ ഒരുപാട് പാടുപെട്ടു. അങ്ങനെ എന്റെ ഫാമിലി എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നത് മനസ്സിലാക്കിയിട്ടും എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ചെലവുകൾ അവർക്ക് വീണ്ടും വലിയ ഭാരമാണല്ലോ നൽകുന്നത് എന്ന കുറ്റബോധം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പഠനത്തിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു. ഇതാണ് നടന്നത്. ഞാൻ ഇത്രയും നാള് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇന്നിപ്പോ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. എന്റെ സാഹചര്യമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, കാശില്ലാത്ത അവസ്ഥയാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്നെല്ലാം അവൻ പറയുമ്പോൾ ഇത്രത്തോളം അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നത് അതുവരെ അറിയാതിരുന്ന മൂന്ന് ഭയങ്കര സങ്കടാവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. അതൊക്കെ പഴയ കഥയാണെങ്കിൽ ഇപ്പോഴും കാശിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പ്രധാനമായ കാശിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞനീത്തിയിലെ സിൻ, അവൾക്ക് ഒരു ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. അതിനുവേണ്ടി വളരെ എക്സ്പെൻസീവ് ആയ സർജറി ചെയ്യാനായിട്ടുണ്ട്. കൂടാതെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കാശ് ആവശ്യമുണ്ടല്ലോ.
ഈ കാശിന്റെ ഒക്കെ ഭാരം അച്ഛന്റെ ചുമലിലല്ലേ. അച്ഛനാണെങ്കിൽ അറിയാലോ എന്നെ പൊന്നുപോലെയാ നോക്കിയിട്ടുള്ളത്. എനിക്ക് വേണ്ടി എപ്പോഴും ഏതവസ്ഥയിലും അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ഒറ്റയ്ക്കാക്കാൻ സാധിക്കും? അച്ഛന്റെ കൂടെ നിന്ന് അച്ഛന് വേണ്ടി ആ ഒരു ഭാരം ഞാൻ ഏറ്റെടുത്ത് അത് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനാ. അതായത് അനീതിയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടിയാ ഈ ഒരു കാശൊക്കെ ഞാനിപ്പോ സമ്പാദിക്കുന്നത്. അതിനുള്ള വഴിയായി ഞാൻ ഇതാ ഇപ്പൊ കാണുന്നതെന്നല്ല. പെട്ടെന്ന് കാശ് സമ്പാദിക്കാൻ ഇതേ ഉള്ളൂ അവന്റെ മുന്നിൽ. ഈ സാഹചര്യങ്ങളിൽ ഒരു വഴി എന്നത് അവൻ അവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കാശ് സമ്പാദിക്കാനായി അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ എന്തോ ഒന്നിനെ പറ്റി പറയാൻ വന്നിരുന്നു. പക്ഷെ ഇത് മുഴുവിപ്പിക്കാനായി അവന് സാധിച്ചില്ല. ഒക്കെ ശരിയാ, പക്ഷെ കാശ് സമ്പാദിക്കാനായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടരുത്. ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവൾ വളരെ ഇമോഷണൽ ആവുമ്പോ പക്ഷെ അവൻ അതൊന്നും കേൾക്കാൻ വേണ്ട, അറിയാൻ വേണ്ട. എങ്ങനെയും കാശ് സമ്പാദിക്കണം, അതിന് ഇതാണ് വഴിയെങ്കിൽ ഇത് തന്നെ എന്ന രീതിക്കാണ് അവൻ ഇരിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് കരുതി എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നൊക്കെ അവൾ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ അവൻ നേരെ അവളുടെ അടുത്തേക്ക് എത്തി. ചോദിക്കാനും പറയാനും നീ ആരാ? നീ ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി അല്ല, നിന്റെ അമ്മ വേറെ കല്യാണം കഴിച്ചില്ലേ, അപ്പോ നീ ഇനി ആ ഫാമിലിയിലെ കൊച്ചാണെന്നെല്ലാം അവൻ പറയുമ്പോ അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. ആക്ച്വലി ഇവളുടെ അമ്മ ഇവരൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അമ്മ അച്ഛനെയും മോനെ ലൈഫിൽ നിന്ന് പറഞ്ഞു വിട്ടതുകൊണ്ടാണ്, ആ ദേഷ്യത്തിന്റെ പുറത്താണ് അവൻ പിന്നീട് ഒരിക്കലും അവളെ കാണാനായി കുട്ടിക്കാലത്ത് പറഞ്ഞ കണക്ക് ആ വാക്ക് പാലിക്കാൻ പോലും വരാതിരുന്നതെന്ന് മനസ്സിലാക്കുന്നവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അത് തന്നെയാണ് കാര്യമെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കാരണം അങ്ങനെ ഇവര് സെപ്പറേറ്റ് ആയ ശേഷമാണല്ലോ ഇവന്റെ ലൈഫ് ഇത്രയും മോശമായ രീതിക്ക് മാറി തുടങ്ങിയത്. എന്തായാലും അവളെ നിർബന്ധിച്ച് കാറിലിരുത്തി അവനിങ്ങനെ കുറച്ചു നേരം തനിയെ പുറത്ത് നിൽക്കുമ്പോഴേക്കും ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്നത് രണ്ടാനമ്മയാണ്. അവനാകട്ടെ വാ വീട്ടിൽ പോവാന്ന് മൂവിനോട് പറയുമ്പോൾ ഞാൻ വരത്തില്ല, ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു ജോലി കണ്ടെത്തി മുന്നോട്ട് ജീവിക്കാന്ന് എനിക്ക് വാക്ക് തരാതെ ഞാൻ വരില്ലാന്ന് അവൾ പറയുമ്പോൾ അവൾ അത് പറയുന്ന കേട്ട ഉടനെ അവൻ ശരി പ്രോമിസ്, ഇനി ഞാൻ ഇതൊന്നും ചെയ്യില്ല, വേറെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോളാന്ന് ഉടനെ പറയുമെന്നാണ് അവൾ കരുതിയത്. പക്ഷെ അവൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ശരി വേണ്ടെങ്കിൽ വേണ്ട, പോവണ്ട, നമുക്ക് ഇവിടെ കിടന്നുറങ്ങാന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്നുറങ്ങാനായി ഒരുങ്ങുന്നു. കുറച്ചു നേരം അവനെ നോക്കിയിരിക്കുന്നവൾ നമുക്ക് വീട്ടിൽ പോകാന്ന് അവനെ ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്. അവൻ ആ സമയത്ത് അവളെങ്ങനെ വിളിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ നീ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ച് ചൈനയിലേക്ക് പോവാം, ചേട്ടൻ തായ്ലൻഡിൽ നിന്ന് എന്റെ കൂടെ തിരിച്ച് ചൈനയിലേക്ക് വരണം, അവിടെ ചേട്ടന് നല്ലൊരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ പറയുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്തായാലും ഇവിടെയുള്ള അവന്റെ അച്ഛനെയും ആ ഒരു ഫാമിലിയും ഒക്കെ വിട്ട് അവന് ചെല്ലാൻ സാധിക്കില്ലല്ലോ ഒറ്റയ്ക്ക് ഇവളുടെ കൂടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സ്നേക്കിന്റെ അതായത് നമ്മുടെ വാനിന്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ ആ ബോക്സറിനെ ജിന്നിനെ റെഡിയാക്കാനായി പറഞ്ഞു വിട്ടിട്ട് ഈ ബോക്സർ പണി വാളി തിരിച്ചു വന്നതല്ലേ, അതിന്റെ പേരിൽ നന്നായി നല്ലൊരു അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം എത്ര ഘടോഘടിയന്മാരെ കൊണ്ടുവന്നാലും എത്ര പ്രൊഫഷണൽ ബോക്സിംഗ് നന്നായി ചെയ്യുന്നവരെ കൊണ്ടുവന്നാലും ജിന്നിന്റെ മുന്നിൽ ആ ഒരു റിങ്ങിലെ ബെറ്റ് വെച്ച് ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം ഇയാളുടെ ബോക്സേഴ്സിനെ ഒക്കെ തന്നെ ജിന്നിന്റെ ബോക്സേഴ്സ് തോപ്പിക്കുകയാണല്ലോ. അതിന്റെ കലിപ്പാണ് ഇയാൾ എങ്ങനെയും ജിന്നിനെ ആ ഒരു റിങ്ങിൽ നിന്ന് മാറ്റി നിർത്താനേ അവനെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ച് ഈ ഒരു അവസരം മുതലാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ പണിപാളി. എന്തായാലും വീണ്ടും നമ്മൾ ജിന്നിനെയും മൂവിനെയും കാണുമ്പോൾ അവരിപ്പോഴും അവിടെ തന്നെയാണ്. കാറി കിടന്ന് മൂ അപ്പോഴേക്കും ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ണു തുറക്കുന്നവൾ പുറത്തായി ആ ഒരു കടൽ തീരത്ത് അവൻ ഇരിക്കുന്നതാണ് കാണുന്നത്. അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിന്റെ അമ്മ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നവൻ നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാണെന്ന് പറയുമ്പോൾ അവളും എതിർക്കുന്നില്ല. അങ്ങനെ അമ്മയെ കാണാനായി അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഡ്രോപ്പ് ചെയ്യുന്ന ടീം വാ അമ്മയെ കാണുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവൾ അങ്ങനെ അവിടെ അമ്മയെ കാണുന്നുണ്ട്. അമ്മ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അമ്മയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡും കൂടെയുണ്ട്. ഈ ഹസ്ബൻഡിന്റെ പേര് ക്രിസ് എന്നാണ്. ക്രിസിന് ബിസിനസ് ഒക്കെ കാനഡയിലാണ് ഉള്ളതെന്ന് നിനക്കറിയാലോ. ഞാൻ കാനഡയിൽ പോയി ആളുടെ കൂടെ സെറ്റിൽ ചെയ്യാനായി തീരുമാനിച്ചു. നീയും ഞങ്ങളുടെ കൂടെ വാ, അവിടെ നിന്നെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ചൈനയിലെ നമ്മുടെ വീടും ഞാൻ വിൽക്കാൻ പോവാ. കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തിനാ ചൈനയിൽ വീടെന്നല്ല അമ്മ പറയുമ്പോ എന്തിനാ വീട് വിൽക്കുന്നതെന്നെല്ലാം അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അമ്മ ഇയാളെ അങ്ങ് ഭയങ്കരമായി വിശ്വസിച്ചോ? ഒരു നാൾ ഇയാൾ അമ്മയെ പറ്റിച്ചിട്ട് പോയാലോ, ഇയാൾ അമ്മയുടെ ലൈഫ് ഇല്ലാണ്ടായാലോ? കാനഡയിൽ തന്നെ നിൽക്കാനേ അമ്മയ്ക്ക് സാധിക്കില്ലല്ലോ. അന്ന് ചൈനയിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു വീട് അമ്മയ്ക്ക് വേണ്ടേ, എല്ലാം വിറ്റ് നശിപ്പിച്ച് അങ്ങ് പോയാൽ മതിയെന്നെല്ലാം അവൾ ഇഷ്ടപ്പെടാതെ സംസാരിക്കുമ്പോൾ അത് കേട്ടിരുന്ന മിസ്റ്റർ ക്രിസിനും അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. ഞാൻ മാറി നിൽക്കാം, നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് മാറിപ്പോന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അമ്മ ദേഷ്യപ്പെടുമ്പോ ഞാൻ അമ്മ പറ്റിക്കപ്പെടരുത് എന്ന രീതിക്ക് പറഞ്ഞതേ ഉള്ളൂ എന്ന് അവൾ പറയുന്ന ടീമാണ് അവിടെ ജിൻ നിൽക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. കുറച്ച് ദൂരെയായിരുന്നു അവൻ നിൽക്കുന്നത്. ഇവരെന്തായാലും അവനെ കണ്ടു അങ്ങനെ നോക്കുന്നത് മനസ്സിലാക്കുന്നവൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവനെന്താ ഇവിടെന്ന് അമ്മ മനസ്സിലാവാതെ നിൽക്കുമ്പോഴേക്കും ജിന്നാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതെന്ന് അവൾ പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നെ അവനെ കൂട്ടിമുട്ടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞതാ, എന്നിട്ട് അയാൾ അത് കേട്ടില്ലല്ലേ എന്നല്ല അമ്മ ദേഷ്യപ്പെടുമ്പോ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് എന്റെ ജിന്നല്ലേ, പിന്നെന്താ ഞാൻ കണ്ടാലെന്നല്ല അവളൊന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോ അവൻ നിന്റെ സ്വന്തം ചേട്ടനൊന്നുമല്ല, അവനെ നിന്റെ അച്ഛൻ ദത്തെടുത്തോണ്ട് വന്നപ്പോഴേ എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്തെങ്കിലും അവൻ നിന്റെ ഭാവിക്ക് ഒരു തടസ്സമാവോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നല്ല അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നേരെ ചൊവ്വ ജീവിക്കാതെ എന്തൊക്കെയോ വേണ്ടത്തെ പരിപാടി ചെയ്തല്ലേ അവൻ ജീവിക്കുന്നത്, ഞാനതൊക്കെ അറിഞ്ഞു. എന്തായാലും ഭാഗ്യത്തിന് നിന്നെ കൊച്ചിലെ അവന്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാനേ എനിക്ക് സാധിച്ചു. അതിനുശേഷം അവൻ പലപ്പോഴും നിന്നെ
കോൺടാക്ട് ചെയ്യാനേ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഞാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. മേലെ എന്റെ മോളെ കോൺടാക്ട് ചെയ്തു പോരുതെന്ന് ഞാൻ തന്നെ അവനെ വിലക്കിയത്. ഇപ്പൊ വീണ്ടും നീ അവന് കണ്ടുമുട്ടിയില്ലോ എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുമ്പോൾ ഇതൊക്കെ കേട്ട് മൂ ഷോക്കായി നിൽക്കാണ്. കാരണം അന്ന് സെപ്പറേറ്റ് ആയ ശേഷം ജിൻ ഒരിക്കൽ പോലും തന്നെ കാണാനായി ശ്രമിച്ചിരുന്നു എന്നതൊന്നും അവൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നില്ല. അവൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് അവൾ വിചാരിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സത്യാവസ്ഥ അവൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പിന്നീട് നമ്മൾ ജിന്നിനെ കാണുമ്പോഴേക്കും ജിന്നിന്റെ അടുത്തേക്ക് സാങ് എത്തുന്നുണ്ട്. സാങ് എന്നാണ് ആ ഒരു ബോക്സറിന്റെ പേര്. ആളാകട്ടെ കഴിഞ്ഞ ദിവസത്തെ കണക്കൊന്നും തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നവനെ ഒന്ന് എരിപിരി കയറ്റി അവിടെ ഒരു അടി ഉണ്ടാക്കാനായി ശ്രമിക്കുമ്പോഴേക്കും ജിന്നിന് അതിലൊന്നും ഒട്ടും തന്നെ അപ്പോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു മൂവിന്റെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ മൈൻഡ് ആക്കാതെ പോന്നു. അപ്പോഴേക്കും തിരിച്ച് അച്ഛന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്ന മൂ ആട്ടെ ഇപ്പോ അവൾ അറിഞ്ഞ കാര്യത്തിലൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡാർട്ട് എടുത്ത് ഇങ്ങനെ എറിയുമ്പോഴേക്കും അതിന്റെ പുറകിലായി സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് ലെറ്റേഴ്സ് താഴെ വീഴുന്നുണ്ട്. അതെടുത്ത് നോക്കുന്നവൾ ഇത് താൻ പണ്ട് ജിന്നിന് എഴുതിയിരുന്ന ലെറ്റേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നു. അവൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നവൾ അതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അവൾ ആ ഒരു പഴയ ഫീലിംഗ്സിലേക്ക് പോകുന്നുണ്ട്. അതിന് പ്രത്യേക കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു ലെറ്റേഴ്സ് ജസ്റ്റ് അവൻ വായിച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല, അതിൽ അവളുടെ ഒരു ചെറിയ ചിത്രവും അവൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇതൊക്കെ കാണുന്നവൾക്ക് ഇത്രയും വർഷം അവൾ മാത്രമായിരുന്നില്ല അവനെ മിസ് ചെയ്തിരുന്നത്, അവനും അവളെ അതേ ഫീലിംഗ്സോട് കൂടി ഓർത്തിരുന്നു, മിസ് ചെയ്തിരുന്നു എന്നതൊക്കെ അവൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു. അവനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണയും മാറിയ ഒരു നിമിഷം കൂടിയായിരുന്നു. അങ്ങനെ അവൾ വളരെ ഇമോഷണലായി അവിടെ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് പൊട്ടിക്കരയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.